الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരു പ്രയോഗം നമ്മുടെ എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് വന്നു പോവാറുണ്ട്. ഇതൊരു കെട്ട കാലമാണ്, ഇതെന്തൊരു കാലമാണ്, ഈ കാലം എന്തേ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ മക്കളിൽ എന്തെങ്കിലും അനുസരണക്കേട് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, മാരകമായ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ കാലത്തെ പറയാൻ അള്ളാഹു പറയുന്നത് ഞാനാണ് കാലമെന്ന് പറയുന്ന മറ്റൊന്നില്ലല്ലോ. കാലങ്ങളെയും സമയങ്ങളെയും എല്ലാം നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് സത്യത്തിൽ ആ പ്രയോഗം തെറ്റാണ്. സമയത്തോടും കാലത്തോടുമുള്ള ഒരു വിശ്വാസിയുടെ സമീപനം എന്നത് എന്തിനാണ് സമയം, എന്തിനാണ് കാലം? 60 വയസ്സ് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നാൽ, 60 കൊല്ലം അള്ളാഹു നമുക്ക് തന്നാൽ, ഒരു മനുഷ്യനോട് അള്ളാഹു അവന്റെ ഒഴിവ് കഴിവുകളെ നാളെ പരലോകത്ത് അള്ളാഹു സ്വീകരിക്കുകയാണ്. അവനോട് ഉദർ പറയുന്നതാണ്. എന്താണ്? 60 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് പിന്നെ നന്നായിട്ടില്ലെങ്കിൽ 60 കൊല്ലം നിനക്ക് ഞാൻ തന്നില്ലേ നന്നാവാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചു വരാനും തിന്മകളിൽ നിന്ന് മുക്തമായി ജീവിക്കുവാനും 60 കൊല്ലം കിട്ടി. ആ 60 കൊല്ലം ഉപയോഗപ്പെടുത്താതെ അപ്പോഴൊക്കെ ആവാം നന്നാകാന്ന് വിചാരിച്ച് അങ്ങനെ എത്ര സമയം, എത്ര റമളാനുകൾ, എത്ര മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന എത്ര അവസരങ്ങൾ, ജീവിതത്തെയും മരണത്തെയും മുന്നിൽ കാണുന്ന സന്ദർഭങ്ങൾ ഇനി ഇല്ല റബ്ബേ എന്ന് എത്രയോ ആവർത്തി പറഞ്ഞു മടങ്ങാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ 60 വർഷങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ചു വന്നിട്ടും നന്നാവാത്തവന് അവിടെ പരലോകത്തൊരു എക്സ്ക്യൂസ്, ഒരു ഒഴിവ് കഴിവ് അള്ളാഹു നൽകൂല എന്നാണ് പറയുന്നത്. അപ്പൊ കാലം എന്തിനാണ്, സമയം എന്തിനാണ്, വർഷം എന്തിനാണ്, ദിവസം എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം അതിന്റെ ഓരോ സെക്കൻഡുകളും സുഹൃത്തുക്കളെ നന്മകളാക്കും. ഒരു മിനിറ്റിൽ 60 സെക്കൻഡുകൾ ഉണ്ടെങ്കിൽ ആ 60 സെക്കൻഡുകളെയും നന്മകളാക്കുമ്പോൾ ആ മിനിറ്റ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നില്ല.
അത് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇന്നലത്തെ ദിവസം നഷ്ടപ്പെട്ടു. നമ്മുടെ ഹജ്ജിന്റെ പാക്കേജ് അല്ലെങ്കിൽ ഒരു ഉംറയുടെ പാക്കേജിൽ അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പുറത്തു 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. നമുക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടോ എന്റെ 40 ദിവസം പോയി തോന്നലുണ്ടോ, എന്റെ 15 ദിവസം പോയി തോന്നലുണ്ടോ? തോന്നാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ ഓരോ സെക്കൻഡുകളും ഒരു നന്മക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മാർഗമേ ഉള്ളൂ, ജീവിതത്തിന്റെ ഒരു നിമിഷവും പാഴായി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് അണ്ണുമണി തൂക്കം നന്മ ചെയ്യാൻ അവസരം കിട്ടും. ഒരു ഓട്ടവയിൽ കാണുന്ന ചെറിയ ഒരു കണിക, അതല്ലെങ്കിൽ ഒരു ഉറുമ്പിന്റെ കാല്, അത്ര ചെറിയൊരു നന്മയാണ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ആ നന്മ ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതൊരു സെക്കൻഡിന്റെ വളരെ ചെറിയൊരു അംശമായിരിക്കാം. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം, ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സമയം, എത്ര കുറഞ്ഞ സമയം കൊണ്ട് ഒരു സുഹൃത്തിന് നേരെ പുഞ്ചിരിയോടുള്ള ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് മതി അതിനൊക്കെ ഒരാളൊന്ന് ചിരിക്കാൻ. അതുപോലും പുണ്യങ്ങളായി തീരുമെങ്കിൽ നമുക്ക് സമയവും കാലവും എന്ന് പറയുന്നത് അതിനാണ്. സുഹൃത്തുക്കളെ, തിരിച്ചുമുണ്ട് ഓരോ നിമിഷങ്ങളെയും ഓരോ സെക്കൻഡുകളെയും തിന്മകളാക്കി കണ്ടുപിടിക്കുന്ന ഒരു പോൺ, ഒരു അശ്ലീലമായ ഒരു ലൈംഗികമായ ഒരു അശ്ലീലത്തെ സ്ക്രീനിൽ കാണുന്നവന്റെ ആ സ്ക്രീനിൽ ഓരോ സെക്കൻഡുകൾ ആ ഫോണിൽ മറഞ്ഞു പോകുന്നു. ആ ഓരോ സെക്കൻഡുകളും തിന്മ നിറഞ്ഞതാക്കി തീർക്കാൻ അവന് പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ കാലം, നമ്മുടെ സമയം യഥാർത്ഥത്തിൽ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കിട്ടണം, ഇന്ന് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നാളെ എനിക്ക് കിട്ടണമെന്ന വിചാരത്തോടെ എന്തെങ്കിലും ഒന്ന് കരുതിക്കൂട്ടി നമ്മളൊന്ന് ചെയ്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ കണ്ടെത്തും. അത് പോകൂല. അതിനുപയോഗിച്ച സമയമോ അതിനുപയോഗിച്ച അധ്വാനമോ നമുക്കൊരിക്കലും പോകൂല എന്നാണ്. കാലത്തിന്റെ മാറ്റങ്ങളെ, ആകാശഭൂമികളുടെ വ്യത്യാസങ്ങളെ, സൂര്യചന്ദ്രന്റെ ഉദയാസ്തമനങ്ങളെ ഒക്കെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താണ്? രാപ്പകലുകളെ അതിങ്ങനെ മാറി മാറി ഒന്നിനു പിറകെ ഒന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും നന്ദി ചെയ്യുന്നവരൊക്കെയുള്ള അവസരങ്ങളായി ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ട് അള്ളാനെ മനസ്സിലാക്കി നമ്മൾ ഈ കാലത്തും സമയത്തും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, 3 മാസങ്ങൾ, ഒന്ന് റജബ്, ഒന്ന് ഷാബാൻ, ഇനി അടുത്ത റമളാൻ. ഷാബാൻ റജബിന്റെ റമളാന്റെ ഇടക്ക് വന്നതുകൊണ്ട് അശ്രദ്ധമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഷാബാന് ചില പ്രത്യേകതകൾ കൽപ്പിച്ചു. ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നോമ്പ് നോട്ടത്. അപ്പൊ കാലം അതാണ്. നമുക്ക് ഓരോ സമയം വരുമ്പോഴും അത് നന്മകൾക്കുള്ള അവസരങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ കാണുക. അടുത്തൊരു മാസം റമളാൻ എന്ന് പറയുമ്പോൾ 30 ദിവസം ഉള്ളൂ. പക്ഷെ ആ 30 ദിവസം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഇരട്ടിയാണ്, എത്ര മൾട്ടിപ്പിൾ ആണ്, എത്ര പറയാൻ പറ്റും. ഒരു രാവുണ്ടായി. അതേതാ സുഹൃത്തുക്കളെ? ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദർ രാവ്. അതിന് എത്ര കാലം, എത്ര കൊല്ലത്തെ വിലയാണ് അതിന്? ഒരു ദിവസത്തെ വിലയാണ്, ഒരു മാസത്തിൽ ഖൈറും മിൻ അൽഫി ശഹർ. അപ്പോൾ അതിനെ 1000 മാസങ്ങളാക്കി മാറ്റാൻ ഒരു രാവ് കൊണ്ട് പറ്റും. അപ്പൊ ഓരോ നിമിഷങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു, റജബിൽ കൃഷിയാണ്, ഷഅബാനിൽ അതിനെ നനച്ചു കൊടുക്കണം, റമളാനിൽ അത് കൊയ്തെടുക്കണം. അത്ര കണക്ഷൻ ഉണ്ട്, അത്ര ബന്ധമുണ്ട്. ആ നന്മകൾ മുഴുവനും പൂത്തുലയുന്ന സമയം റമളാനാണ്. എന്താണ് ഷഅബാന്റെ പ്രത്യേകതകൾ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ സമയത്തെയും കാലത്തെയും എങ്ങനെ കാണാൻ നമുക്ക് അറിയാൻ പറ്റും. അൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർന്നു പോകുന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാകുന്നു എന്നാണ്. അത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങളെ കുറിച്ച് തിങ്കളാഴ്ച വ്യാഴവും അതേപോലെ തന്നെ തിങ്കളാഴ്ചയും എൻ്റെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയമാണ്. അപ്പൊ ഞാൻ നോമ്പുകാരനായിരിക്കാൻ, അള്ളാഹുവിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ധാരാളക്കണക്കിന് മറ്റൊരു മാസം, പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മാസങ്ങളിലും കാണാത്ത അത്രമാത്രം നോമ്പിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. എന്താ സുഹൃത്തുക്കളെ, ഒരു മറുവശമുണ്ട്, മറന്നു പോകാൻ പറ്റൂല. ഈ ആണ്ട് നേർച്ചയും ബിദ്അത്തുകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഓരോ വർഷവും ഓരോ മാസവും ആ ബിദ്അത്തുകളും തിന്മകളും ചെയ്യാനുള്ള സമയമാണ്. ഇപ്പൊ ഈ ശഅബാൻ 15 ബറാത്ത് രാവ് എന്ന് പറയും, ലൈലത്തുൽ ഖദറിന്റെ പുണ്യത്തെക്കുറിച്ച് പറയുന്ന ആയത്താണ്. ഏതിന് ഓതുന്നത്? ശഅബാൻ 15ന്റെ പുണ്യത്തിന് വേണ്ടി ഓതുന്നത് സുഹൃത്തുക്കളെ. സത്യത്തിൽ എന്താ വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകത അതിന് കൽപ്പിച്ചിട്ടില്ല. അന്നൊരു പ്രത്യേക നോമ്പ് നിശ്ചയിച്ചിട്ടില്ല. അല്ലാതെ തന്നെ എത്ര നോമ്പ് ശഅബാനിൽ നോക്കാൻ പറ്റും? വ്യാഴാഴ്ചകളിൽ നോക്കാം, തിങ്കളാഴ്ചകളിൽ നോക്കാം. അതേപോലെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പുണ്ട്. അതേപോലെ ഒന്നിടവിട്ടിട്ടുള്ള നോമ്പ് നോൽക്കാം. ഒന്ന് നോറ്റു നാളെ നോറ്റില്ല, അതൊരു സുന്നത്തായ രൂപമാണ്. ഇന്ന് നോറ്റ് നാളെ നോറ്റില്ല, മറ്റന്നാ നോറ്റ്, അതും ഒരു രൂപമാണ്. ഇനി അതല്ല, അയ്യാമുൽ ബീദിന്റെ 3 ദിവസത്തെ നോമ്പുകളുണ്ട്. എന്തൊക്കെ നോമ്പുണ്ട് സുഹൃത്തുക്കളെ. ബിദ്അത്തായ നോമ്പുകൾ, ആരാധനകൾ, അല്ലാഹ് നിശ്ചയിക്കാത്ത ആരാധനകൾ ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടുകളും നരകത്തിൽ. എന്തിനാ പട്ടിണി കടന്ന് നരകത്തിലേക്ക് പോകേണ്ട കാര്യം? നമുക്ക് ഉറപ്പുള്ള ഹദീസിൽ വന്ന അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്ന അമലുകൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയെങ്കിലും ഉണ്ട് എന്നാണ്. അപ്പൊ ബിദ്അത്തുകൾ ഒഴിവാക്കി പരമാവധി നമ്മൾ കടന്നു പോകുന്ന ഈ മാസങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. പലപ്പോഴും കാലത്തെ ദോഷം പറയുന്ന, കാലത്തിന്റെ തകരാറുകളെ കുറിച്ച് പറയുന്ന ആളുകളോട് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി, അദ്ദേഹം മഹാനായ ഒരു കവിയും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞ ചില അർത്ഥവത്തായ വരികളുണ്ട്. അദ്ദേഹം പറയാണ്, നഈബു സമാനിനാ വൽ ഐബു ഫീനാ. നമ്മൾ കാലത്തെ കുറ്റം പറയും, പക്ഷെ കാലമല്ല, കാലത്തിനൊരു തകരാറുമില്ല. വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മുടെ കാലത്തിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഈ ഇപ്പത്തെ എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കിയൊരു ദോഷമുള്ളൂ. ഈ നാട്ടിൽ എന്തൊക്കെ തകരാറുകളും കുഴപ്പങ്ങളുണ്ടോ അതൊക്കെ ഇന്ന് ജീവിക്കണ മനുഷ്യന്മാരെ കുഴപ്പമാണ്, അല്ലാതെ 2023 കുഴപ്പമല്ല. ഇവിടെ ആരാണോ ഇപ്പൊ കഴിഞ്ഞുള്ളത് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളും ഫസാദുകളാണെന്ന്. എന്നിട്ട് അദ്ദേഹം ഭാവനാപരമായി പറയാണ്, ഒരു കുറ്റവും ചെയ്യാതെ. എന്തിനാ നമ്മൾ കാലത്തെ കുറ്റം പറയുന്നത്? കാലത്തിനെങ്ങാനും സംസാരിക്കാൻ പറ്റുമെങ്കിൽ കാലം തിരിച്ചു പറയും, നിങ്ങളാണ് കുറ്റക്കാർ, ഞാനല്ല. കാലത്തിനെങ്ങാനും സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ കാലം എന്തു പറയും? നിങ്ങളാണ് കുറ്റക്കാർ, ഞാനല്ല കുറ്റക്കാർ. വല്ല ചെന്നായ്ക്കളും വന്നിട്ട് തിന്നുന്നുണ്ടോ മനുഷ്യന്മാരെ മാംസം? അല്ലല്ലോ, മനുഷ്യന്മാർ തമ്മിൽ തന്നെയല്ലേ മാംസം തിന്നത് എന്നാണ്. ചെന്നായ്ക്കളൊന്നും ഇറങ്ങി വന്ന ആരുടെയും മാംസം തിന്നുന്നില്ല, മറിച്ച് നമ്മൾ വേറെത്തിന് കുറ്റം പറയുന്നു, അവൻ നമ്മളെ കുറ്റം പറയുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മഹത്തായ വചനമുണ്ട് സുഹൃത്തുക്കളെ, അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ഓരോ സമയത്തെയും സന്ദർഭത്തെയും പുണ്യങ്ങളാക്കി തീർക്കാനും, ഓരോ സന്ദർഭങ്ങൾ അണയുമ്പോഴും അതൊക്കെ നമുക്ക് കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും, ആയുസ്സുകൾ പോകും തോറും പടച്ചോനെ ഖബർ കാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ അമലുകളെ വർദ്ധിപ്പിക്കുവാനും, നമുക്ക് തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കണം. മുഹാജിരീങ്ങളെ വിളിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് കാലത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയുന്ന ആളുകളോട് പറയാനുള്ളത്. യാ മഅ്ശറൽ മുഹാജിരീൻ, ഏ മുഹാജിറുകളുടെ സംഘമേ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അത് നിങ്ങളെ പിടികൂടുന്നതിൽ നിന്നും ഞാൻ അല്ലാഹുവോട് രക്ഷ ചോദിക്കുന്നു. എന്താണ്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തുൻ ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം തഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗന. അതായത് വ്യഭിചാരം വ്യാപകമാണ് സുഹൃത്തുക്കളെ. അവിഹിത ബന്ധങ്ങൾക്ക് ഒരു പ്രശ്നമല്ല നാട്ടിൽ, അത്രമാത്രം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം സ്വകാര്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ആർക്കും എവിടെയും ഒരുമിച്ച് കൂടാനും ബന്ധപ്പെടാനും സംസാരിക്കാനും എല്ലാം അവസരങ്ങളുള്ളത് കൊണ്ട് വർദ്ധിച്ചു വരികയാണ്. വ്യഭിചാരങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഇഹപരമായ ദുരന്തങ്ങളെ കുറിച്ചാണ്. ഒന്ന് മാരകമായ രോഗങ്ങൾ വരുന്നു. വേറെ ചില ഹദീസുകൾ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ മാരകമായ, മുമ്പുള്ളവർക്കൊന്നും വരാത്ത രോഗങ്ങൾ വരും. അപ്പൊ ഈ രോഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കാലം, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ? ആളുകള് യാതൊരു മാന്യതയുമില്ലാതെ എന്താണ് അവിഹിതങ്ങളിലേക്ക് പോവുകയാണ്. നല്ല മാന്യമായ കുടുംബങ്ങളിലൊക്കെ മക്കളെ നോക്കി ജീവിക്കുന്ന പല സഹോദരിമാരും വലവീശി പിടിക്കപ്പെടുന്നു. പലൊരിക്കലും നമ്മൾ ചിന്തിക്കാത്ത
അപകടങ്ങളിൽ ചെന്ന് പെടുന്നു എന്നാണ്. ഇന്ന് പോലും ഒരു വോയിസ്, ഒരു സ്ത്രീ എത്രയോ വർഷങ്ങളായി അവരൊരു പുരുഷൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കൾ അത് അറിയുമ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. എത്രയെത്ര ആളുകൾ അങ്ങനെ വഞ്ചിക്കപ്പെടുന്നവരും ചതിക്കപ്പെടുന്നവരും ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തെ എന്താ, ഇതൊക്കെ നമ്മൾ ചെയ്യണത് തന്നെയാണ്. വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ എന്നാണ്. അതേപോലെ തന്നെ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. എന്തൊക്കെ സുഹൃത്തുക്കളെ, ഒരു വസ്തു വാങ്ങുമ്പോൾ മായം കഴിച്ച എത്രണ്ട് ആ വസ്തുക്കളുടെ തൂക്കം, അളവ്, അതിന്റെ വില എത്രയോ ഇരട്ടി വിലയാണ് എന്താണ് MRP ആയി എഴുതപ്പെടുന്നത്. എന്നിട്ട് ഓരോരുത്തരും തോന്നിയ വിലക്ക് വെക്കുന്നു. ഈ 10 കടകൾ കയറിയാൽ 10 വിലകളാണ്. ഒരേ സാധനത്തിന് 10 വിലകൾ. ആരെ വിശ്വസിച്ച് എവിടെ നിന്ന് വാങ്ങും? എല്ലാം വിലക്കയറ്റത്തിനും വില കൂടുന്നതിനും യാതൊരു നിബന്ധനയില്ല. അള്ളാഹു പറയാണ്, അളത്തത്തിലും തൂക്കത്തിലുമുള്ള സത്യസന്ധത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, അവർക്ക് ദാരിദ്ര്യങ്ങൾ വരും. വശിദ്ദത്തിൽ മഊന, ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടാത്ത, അവശ്യ സാധനങ്ങൾ കിട്ടാത്ത ദാരിദ്ര്യങ്ങളും പട്ടിണികളും വരും. വജൗരി സുൽത്താനി അലൈഹിം, ഭരണാധികാരികൾ അവരോട് അക്രമം കാണിക്കും. അവിടെ സമ്പത്തും സ്വത്തും അന്യായമായി പിടിച്ചെടുക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കും. വലം യംനഉ സകാത അംവാലിഹിം. മൂന്നാമത് പറഞ്ഞ എന്താണ്? ഒന്നാമത് പറഞ്ഞത് വ്യഭിചാരത്തിന്റെ, അവിഹിതങ്ങളുടെ വ്യാപനം. രണ്ടാമത് പറഞ്ഞത് അളത്തത്തിലും തൂക്കത്തിലുമുള്ള കൃത്രിമത്വം. മൂന്നാമത്തെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, സക്കാത്ത് എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നം പിന്നെ അവശേഷിക്കൂല. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഒരു വർഷത്തിൽ 40 ലക്ഷവും 50 ലക്ഷവും 1.5 കോടിയൊക്കെ സക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഓരോരുത്തരും അവനവന്റെ സ്വത്തിന്റെ 2.5% കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും? സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ, മഴ ഇല്ലാതെയാകും. വലൗലൽ ബഹായിമു ലം യുംതറു. ഈ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റിന് ഈ മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മഴ പെയ്യേണ്ടത്. അല്ലെങ്കിൽ മഴ പെയ്യൂല എന്നാണ്. കാരണം അത്രയും അർഹതപ്പെട്ട സ്വന്തം ഭക്ഷണം കഴിക്കാനുള്ള വിഹിതങ്ങൾ എന്താണ്? കൊട്ടാരങ്ങളായി, വലിയ സൗധങ്ങളായി, വാഹനങ്ങളായി, സൗകര്യങ്ങളായി സ്വന്തം അനുഭവിക്കാൻ സക്കാത്തിന്റെ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാതെ എന്നാണ്. വലം യൻഖുദു അഹ്ദല്ലാഹി വഅഹ്ദ റസൂലിഹി. എന്താ കടക്കാരൻ? നമ്മൾ കടം കൊടുക്കാനല്ലോൻ എന്താ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ഗുണ്ടകളെ കൂട്ടി വരാത്തെന്ന് തുടരും. അവനോടൊരു അവധി പറഞ്ഞുകൊണ്ട്, ആ അവധി പാലിക്കാൻ പറഞ്ഞതാണോ? പാലിക്കാൻ പറഞ്ഞല്ല, പ്രശ്നമില്ലാതെ എന്താ അവധിത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ടല്ല. കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, എന്നിട്ട് എന്തൊക്കെയോ തോന്നിയ ബിസിനസ്സുകൾ തുടങ്ങുന്നു, അത് പരാജയപ്പെടുന്നു, എന്നിട്ട് കടക്കാരനായി മരിച്ചു പോകുന്നു. ആഭരണങ്ങൾ എവിടെയാണ്? ബാങ്കിൽ. സ്വത്തിന്റെ ആധാരം എവിടെയാണ്? ബാങ്കിൽ. എന്നിട്ട് അത് അടക്കുന്നുണ്ടോ? ഇല്ല. ആ പലിശ, എല്ലാ വരുമാനങ്ങളിലും പലിശ. സുഹൃത്തുക്കളെ, നാടിനല്ല കുഴപ്പം, കാലത്തിനല്ല കുഴപ്പം. ഇതിലേതെങ്കിലും ഒരു തിന്മയുടെ ഭാഗമാണ് നമ്മൾ. റമദാനുകൾ കടന്നു പോകുന്നു, പുണ്യമാസങ്ങൾ അടുത്തു വരുന്നു, നമുക്ക് മാരകമായ ജീവിത തടസ്സങ്ങൾ വരുന്നു. പക്ഷേ മാറ്റത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നീതിമാന്മാരാവുക. ശരിയായ നീതി. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. നമുക്ക് തന്നെ എതിരായാലും നമ്മുടെ കുടുംബത്തിനെതിരായാലും നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിൽ നിലകൊള്ളണം എന്നാണ്. അവസാനം പറഞ്ഞ എന്താ? ഇന്ന് വന്ന എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം ഒന്ന് അവിഹിതം, രണ്ടൊന്ന് കച്ചവട രംഗത്തുള്ള കൃത്രിമത്വങ്ങൾ, മറ്റൊന്ന് ഈ സമൂഹത്തിൽ മാന്യമായി വിതരണം ചെയ്യപ്പെടേണ്ട സമ്പത്ത് സക്കാത്ത് നൽകപ്പെടാത്തത്. പിന്നെ അവസാനം പറഞ്ഞത് എന്താണ്? വമാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ലാഹ് വയതഹയ്യറു മിമ്മാ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. പിന്നെ നമ്മുടെ കാര്യമായ പരാതി എന്താണ്? ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഗ്രൂപ്പുകളായി തമ്മിൽ തച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്താ അതിന്റെ കാരണം? സുഹൃത്തുക്കളെ? എവിടെയെങ്കിലും ഒന്ന് കൂടിയിരുന്നങ്ങാട്ട് ഒപ്പിട്ടുങ്ങാട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ല സുഹൃത്തുക്കളെ സൗഹാർദ്ദവും ഐക്യവും.
അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? നിങ്ങൾ വമാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ല, വലിയ വലിയ ഇസ്ലാമിന്റെ നേതാക്കന്മാരും ഇമാമിയങ്ങൾ എന്ന് പറയുന്നവർ അവർ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചുകൊണ്ട് വിധി കൽപ്പിച്ചില്ലെങ്കിൽ ഖുർആനിലും സുന്നത്തിലുമുള്ള സത്യം സത്യമായി ജനങ്ങളോട് പറയണം. തങ്ങളുടെ നിലനിൽപ്പിനും അന്ധവിശ്വാസങ്ങളെ പരിരക്ഷിക്കുവാനും വേണ്ടി അള്ളാന്റെ ഖുർആനിൽ നിന്ന് കഷ്ണം മുറിച്ച്, ഹദീസുകളിൽ നിന്ന് കഷ്ണം മുറിച്ച് ദുർവ്യാഖ്യാനിച്ച് എല്ലാ ബിദ്അത്തുകളെയും ശിർക്കുകളെയും ഖുറാഫാത്തുകളെയും കക്ഷിത്വങ്ങളെയും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹ് ഇറക്കിയതിനെ നമ്മൾ അതായിരിക്കണം നമ്മുടെ ചോയ്സ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ എന്നാ അത് മതി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നാ അത് മതി എന്നോടത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അവർക്കിടയിൽ അള്ളാഹു എന്ത് ചെയ്യും? പരസ്പരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. എത്ര കൃത്യാണ്. അപ്പൊ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നിപ്പുകൾ, നമ്മുടെ നാടിലുണ്ടാകുന്ന മാറാ രോഗങ്ങൾ, അതേപോലെ സുഹൃത്തുക്കളെ വിലക്കയറ്റങ്ങൾ, അതേപോലെ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിനൊക്കെ നമ്മൾ മാറണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ മാറിയതുകൊണ്ട് ഇതൊക്കെ മാറും. ഞാൻ മാറിയാൽ ആ മാറ്റം എനിക്ക് കിട്ടും. എൻ്റെ നാട് മാറിയാൽ ആ മാറ്റത്തിന്റെ ഗുണം എനിക്ക് കിട്ടും. എൻ്റെ കുടുംബം മാറിയാൽ ആ കുടുംബത്തിന്റെ മാറ്റം എൻ്റെ കുടുംബത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിലേക്ക് മടങ്ങുക. ഒരു പുതിയ മാസം വരുന്നതിന്റെ മുമ്പ് തന്നെ മാനസികമായി ഒരുങ്ങുവാനുള്ള നല്ലൊരു സന്ദർഭമായി നിശ്ചയിച്ചതാണ്. ബിദ്അത്തുകളും സുന്നത്തുകളും വേർതിരിച്ചറിഞ്ഞ് ശരിയായ ദീൻ ഉൾക്കൊണ്ട് നല്ല വിശ്വാസികളായി, നീതിമാന്മാരായി, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. വതൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. ആത്മാർത്ഥമായ പശ്ചാത്താപമാണ് പരിഹാരം. ആത്മാർത്ഥമായ പശ്ചാത്താപമാണ് പരിഹാരം. നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് നിരാശപ്പെട്ട് ഇനി എന്തിന് ജീവിക്കണം എന്ന് ആലോചിക്കല്ല വേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായി മടങ്ങണം. ആത്മാർത്ഥമായി മടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെയ്തു പോയ തെറ്റ് അവസാനിപ്പിക്കണം. അതിന് നാളെ കൂടെ, അല്ലെങ്കിൽ ഇത് അവസാനത്തെ സിഗരറ്റ്, അങ്ങനെ പറയാം. എപ്പോഴാണോ മനസ്സിലായത് ആ സെക്കൻഡിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റണം. അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സാഹചര്യങ്ങളെ മുഴുവനും നമ്മൾ ഇല്ലാതാക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാളും വിശ്വാസവും ഈ തെറ്റുകളിലേക്ക് പോകാൻ കാരണമായ നമ്മുടെ ഈമാനിന്റെ ദുർബലതയെ നമ്മൾ തജ്ദീദ് ചെയ്യണം. ആ ഈമാനെ നമ്മൾ വർദ്ധിപ്പിക്കണം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നന്മകൾ നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള തിരിച്ചുവരവിന് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പലപ്പോഴും പല ന്യായങ്ങളും പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ദുർബലമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി പിശാചിന്റെ കെണികളിൽപ്പെട്ട് നീണ്ടു പോകുമ്പോൾ നമ്മുടെ ആയുസ്സാണ് തീരുന്നത്. എത്ര വയസ്സായി എന്ന് സ്വയം ചോദിക്കാം. അങ്ങനെയെങ്കിൽ 60 വയസ്സ് നമുക്ക് ഒഴിവൊഴി കിട്ടാത്ത പ്രായമാണെങ്കിൽ സുഹൃത്തുക്കളെ, നാം ആലോചിക്കാം, അതിലേക്കൊന്നും അധികമില്ലല്ലോ. സ്വാഭാവികമായും നമ്മുടെ ജീവിതം മാറ്റാൻ ഇനിയും താമസിച്ചുകൂടാ. കാലങ്ങളും സമയങ്ങളും ദിനരാത്രങ്ങളും കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ഖബറിലേക്കാണ് പതുക്കെ അണഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് മയ്യത്ത് പൊതിഞ്ഞ് കെട്ടി സുഹൃത്തുക്കൾ 4 കാല് ഉയർത്തി ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോഴല്ല ഖബറിലേക്കുള്ള യാത്ര. ഖബറിലേക്കുള്ള യാത്ര വഴിയിലാണ് നമ്മൾ എല്ലാവരും. നമുക്കൊരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, മരണദിനമുണ്ട്. അത് കുറിക്കപ്പെട്ടതാണ്. ആ മരണദിനത്തിലേക്കുള്ള ദിനങ്ങളാണ് അണയുന്നത്. നമ്മൾ ആലോചിക്കുക. കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒരിക്കലും വിചാരിക്കാത്ത മരണ റിപ്പോർട്ടുകൾ എന്നും ഫോട്ടോ സഹിതം വാട്സപ്പിൽ കാണുമ്പോഴും നമ്മൾ ആരോ അനശ്വരരാണെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. അവൻ മരിച്ചിട്ടും ഞാൻ മരിച്ചില്ലല്ലോ എന്ന ധൈര്യമാണ് പലർക്കും മരണവാർത്തകൾ സൃഷ്ടിക്കുന്നത്. പലപ്പോഴും അവന് മുമ്പേ പോകേണ്ടവനാണല്ലോ ഞാൻ, എന്തേ പടച്ചവൻ എനിക്ക് ചില ദിവസങ്ങൾ നീട്ടിത്തന്നത് എന്ന് ചിന്തിക്കുന്നതല്ലേ സുഹൃത്തുക്കളെ? തിരിച്ചു വരാനും നമ്മുടെ സമയങ്ങളെ പരമാവധി വിനിയോഗിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പല ആളുകളും അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടിയൊക്കെ
ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ നീ അവിടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ആശ്വാസം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവർക്ക് പൂർണ്ണമായ മോചനവും ശിഫയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ. അറിവുകൾ കൂടുതലായിട്ട് അറിയാനും അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുമുള്ള ഹൃദയ വിശാലത ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ വിശാലമായ സമ്പൂർണമായ നിന്റെ സുഖ സന്തോഷത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ഭയാനകമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار